എക്സാലോജിക് CMRൽ ഇടപാട് സംബന്ധിച്ച അന്വേഷണം റദ്ദാക്കണമെന്ന ഹർജിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്യുവാൻ SFIOയ്ക്ക് 10 ദിവസത്തെ സമയം അനുവദിച്ച ഡൽഹി ഹൈക്കോടതി. കേസ് അന്തമായി നീട്ടിക്കൊണ്ടുപോകരുതെന്നും CMRൽ ആവശ്യപ്പെട്ടു. SFIO അന്വേഷണത്തിനെതിരെ CMRൽ നൽകിയ ഹർജിയിൽ ഡിസംബർ 4-നാണ് അന്തിമവാദം. മാസപ്പടി കേസിൽ മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാൻ SFIOയ്ക്ക് 10 ദിവസം സമയം അനുവദിച്ചു. അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് CMRൽ നൽകിയ ഹർജി പരിഗണിക്കുന്നത് ഡൽഹി ഹൈക്കോടതി ഡിസംബർ 4-ലേക്ക് മാറ്റി. അതേസമയം ഹർജിയിൽ തീരുമാനമുടൻ ഉണ്ടാകണമെന്ന് CMRൽ ഡൽഹി ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു. കേസിൽ തീർപ്പുണ്ടാകുന്നതുവരെ അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ SFIOയെ അനുവദിക്കരുതെന്ന് CMRൽ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു. അന്വേഷണവുമായി മുന്നോട്ടു പോകാൻ SFIOയ്ക്ക് ഡൽഹി ഹൈക്കോടതി നേരത്തെ അനുമതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ CMRൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെയും വീണ വിജയൻ ഉൾപ്പെടെ ഇടപാടുമായി ബന്ധപ്പെട്ട പലരുടെയും മൊഴി SFIO ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയിരുന്നു. ഹർജി ഇന്ന് പരിഗണനയ്ക്ക് എടുത്തപ്പോഴാണ് ഇക്കാര്യത്തിൽ തീരുമാനം വൈകരുതെന്ന് CMRൽ കോടതിയിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ 10 ദിവസത്തെ സമയം കൂടി വേണമെന്ന SFIOയ്ക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ചേതൻ ശർമ്മ കോടതിയിൽ ആവശ്യപ്പെട്ടു. മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്യുന്നതിനെ എതിർക്കുന്നില്ലെങ്കിലും കേസിൽ അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്യുന്നതിൽ നിന്ന് SFIOയെ വിലക്കിയിട്ടുണ്ടെന്ന് CMRൽ ഹൈക്കോടതിയെ അറിയിച്ചു. തുടർന്നാണ് മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ 10 ദിവസത്തെ സമയം കോടതി SFIOയ്ക്ക് അനുവദിച്ചത്. ഇരുഭാഗത്തോടും വാദം എഴുതി നൽകാനും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഡൽഹി ഹൈക്കോടതിയിൽ ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദാണ് CMRലിന്റെ ഹർജി നേരത്തെ പരിഗണിച്ചിരുന്നത്. ഇന്ന് ഹർജി ലിസ്റ്റ് ചെയ്തിരുന്നത് ജസ്റ്റിസ് ചന്ദ്രധാരി സിംഗിന്റെ ബെഞ്ചിന് മുമ്പാകെയാണ്. കേസിലെ പരാതിക്കാരനായ അഭിഭാഷകൻ ഷോൺ ജോർജും ഇന്ന് ഡൽഹി ഹൈക്കോടതിയിൽ ഹാജരായി. കേരള ഹൈക്കോടതിയിൽ ഉൾപ്പെടെ ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് 4 ഹർജികൾ ഉണ്ടായിരുന്നുവെന്നും അതിൽ 3 എണ്ണത്തിൽ തീർപ്പായെന്നും ഷോൺ ജോർജിന്റെ അഭിഭാഷകൻ ഷിനു ജെ പിള്ള കോടതിയിൽ ചൂണ്ടിക്കാട്ടി.